പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രി സതീശൻ സാർ. കുറച്ച് ഐസ് ക്യൂബ്സും ചോറും എങ്ങനെ ഇട്ട് കഴിക്കും, ഒരു സ്പൂൺ ഇട്ട് ഇങ്ങനെ കോരത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫേവറേറ്റ് ഫുഡ് ബീഫ് ഫ്രൈ. ഒരിടയ്ക്ക് ഞാൻ വൈറലായതാ കേട്ടോ ബീഫ് ഫ്രൈയെ കുറിച്ച് സംസാരിച്ചപ്പം. ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് അച്ഛനെയും അമ്മയെക്കാളും ഇഷ്ടമാണ് എനിക്ക് ബീഫ് ഫ്രൈ എന്ന്. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ബ്ലോഗർ ആരാ? ഇപ്പൊ ഇത് കേട്ടപ്പോഴേ എനിക്കിങ്ങനെ പച്ച വെളിച്ചെണ്ണ, വാഴയില ഇതൊക്കെ വന്നപ്പോ എനിക്ക് ആരൊക്കെയോ ഇങ്ങനെ മനസ്സിൽ കൂടെ തേങ്ങാപ്പാൽ ഷെഫ്. എട്ടിന്റെ ടേബിൾ പറ പ്ലീസ്, എന്നെ വെറുതെ വിടും, ഞാൻ ഇവിടെ ഇറങ്ങി ഓടേണ്ടി വരും. നമുക്ക് എന്തെന്നറിയാം പ്രശ്നം എന്നറിയാമോ, ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കാൻ നമുക്കൊന്നും കിട്ടൂലല്ലോ. വേറെ ക്വസ്റ്റ്യൻ. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടോ. നമ്മൾ വൺസ് ആ ഒരു ഇതിൽ ചിലപ്പോൾ നമുക്ക് എന്തിനാ ജീവിച്ചിരിക്കാം, നമുക്ക് മരിച്ചു പോയേക്കാം, മരിച്ചു കളയാം എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. സീരിയസ്ലി തമാശിച്ച് പുച്ഛിച്ചിട്ട് വരെ ഉണ്ട് ആൾക്കാർ ഇങ്ങനെ ഡിപ്രഷനാണ് ഞാൻ ബ്രേക്ക് ഡൗണിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതെന്നൊക്കെ പറയാം. പക്ഷേ നമ്മൾ ആ ഒരു ഫേസിലെത്തുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ പാസ്റ്റിലോട്ട് പറഞ്ഞു ഒന്നിലും ഞാൻ ജനിച്ച എൻ്റെ കുട്ടിക്കാലത്തിലോട്ട് പോകാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിനി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു അതിഥി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. പക്ഷേ ആളുടെ കോണ്ടന്റിൽ ആൾ ചെയ്യുന്ന ഇപ്പോൾ ഇഷ്ടമുള്ളൊരു കാര്യം, ഒരു പാഷനാണ് ആളുടെ കോണ്ടന്റ് ആക്കിയിരിക്കുന്നത്. എന്നാൽ അതിലൂടെ കിട്ടിയ ഫാൻസിലും കൂടുതലുള്ള ഫാൻസ് എന്ന് പറയുന്നത് ആളുടെ സംസാരം കേട്ടിട്ടുള്ള ഫാൻസാണ്. സംസാരിക്കുന്ന രീതി, വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതി എല്ലാം കണ്ടിട്ട് നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരാളെ പോലെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആരോമലാണ് എൻ്റെ കൂടെ ഉള്ളത്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇവിടെ വരെ എത്തിയതാണ് പുതിയ വിശേഷം എന്ന് പറയുന്നത്. ഇവിടെ നിൽക്കുന്നതാണ് പുതിയ വിശേഷം. സന്തോഷം, സുഖമായിട്ട് പോകുന്നു. സുന്ദരി എന്ത് പറയുന്നു? സുന്ദരി ഭയങ്കര ഹാപ്പി ആയിട്ട്. എനിക്ക് തോന്നുന്നു സുന്ദരിയെക്കാളും ഹാപ്പി ഞാനാ സുന്ദരി വന്നതിലാ. ഞാൻ ആക്ച്വലി ആരോമലിന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നെങ്കിലും സുന്ദരി വന്നതിന് ശേഷം വീഡിയോ കണ്ടപ്പോഴാണ് എന്റെ മനസ്സിലിങ്ങനെ ആരോമൽ ഇതുവരെ ഞാൻ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടില്ലല്ലോ എന്നൊരു തോട്ട് വരുന്നത്. അപ്പൊ സുന്ദരി നമുക്കൊരു ലക്കി ചാമായിട്ട് വെക്കാം. അതെ അതെ, സത്യം. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അവള് ശരിക്കും ഒരു ലക്കി ചാമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആരോമലിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇപ്പൊ കാണുന്ന കുറെ ആൾക്കാർക്ക് അറിയില്ലായിരിക്കുമല്ലോ, പേഴ്സണലി അറിയില്ല, വീഡിയോ കണ്ടറിവല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഫ്രം ദ ബിഗിനിങ് അങ്ങ് തൊട്ട് ഇങ്ങനെ തുടങ്ങാം. എങ്ങനെയാണ് കുക്കിങ്ങിലേക്കൊക്കെ ഇൻട്രസ്റ്റ് വന്നത്? കുക്കിങ്ങിൽ ശരിക്കും എനിക്ക് ചെറുതിലെ മുതലേ എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും തന്നെ എൻ്റെ ചെറുതിലെ മുതലും അങ്ങനെ. ഞാൻ ഭയങ്കര ഗുണ്ടുമണിയായിരുന്നു ആ സമയത്ത്. ഇപ്പൊ ഞാൻ കഴിക്കുന്നതോടൊപ്പം വ്യായാമം, കുറച്ച് ഡയറ്റ് ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചക്ക പോലെ ഇരിക്കും അങ്ങനെ. അപ്പൊ കുറച്ച് ഡയറ്റ് ഒക്കെ ആയിട്ട് ഇപ്പൊ കുറച്ച് കൺട്രോൾ ചെയ്താൽ, പക്ഷെ എല്ലാം കഴിക്കും കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചെറുതിലെ മുതല് അമ്മ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് എന്നെ അടുത്തിരുത്തി, അതായത് പഠിപ്പിക്കുമല്ലോ നമ്മളിങ്ങനെ ഹോംവർക്ക് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ എന്ന്, അതുപോലെ കിച്ചണിന്റെ സ്ലാബിൽ കയറ്റി ഇങ്ങനെ ഇരുത്തും. അപ്പം അമ്മ ഇങ്ങനെ കുക്ക് ചെയ്യും, എനിക്കിങ്ങനെ ഓരോന്ന് എഴുതാനുള്ളതൊക്കെ തരും, ഞാനിങ്ങനെ അത് ചെയ്യും. പക്ഷെ എന്റെ കണ്ണ് മൊത്തം അമ്മ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് തുടക്കം. അവിടാണ് ഇൻട്രസ്റ്റ് വന്നത്. ഓക്കെ, അപ്പൊ അമ്മ ഫുള്ള് പഠിപ്പിച്ചൊക്കെ തരും. പഠിപ്പിച്ചു തരും. പിന്നെ എന്നെ കൊണ്ട് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യിക്കും. ഇപ്പോഴത്തെ അമ്മമാരെ പോലെ കത്തി എടുത്തു കഴിഞ്ഞാൽ കൈ മുറിഞ്ഞ് കത്തി എടുക്കരുത്, അത് ചെയ്യരുത്. എന്റെ അടുത്ത് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. സൂക്ഷിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒറ്റ മോനാ? അല്ല, എനിക്ക് ചേച്ചിയുണ്ട്. ഓക്കെ, ചേച്ചിയും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നോ ഇങ്ങനെ? കാര്യം ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല, ഇപ്പൊ സോക്കോൾട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ആണെന്നുണ്ടെങ്കിൽ എല്ലാം പെൺകുട്ടികളെ കൊണ്ടായിരിക്കും കൂടുതൽ ചെയ്യിപ്പിക്കുന്നത്. കമ്മിങ് ടു കുക്കിംഗ് ഇല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് വർക്ക് ഒക്കെ എല്ലാം കുറച്ചും കൂടെ പെൺകുട്ടികൾക്കായിരിക്കും കൊടുക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച ചേച്ചിയൊക്കെ ഓക്കെ ആയിരുന്നു എന്നുള്ളത്. വീട്ടിൽ അച്ഛന് മാത്രമേ ഉള്ളായിരുന്നു ഇത്തിരി ഒരു ഞാനിങ്ങനെ ആമ്പിള്ളേർ അടുക്കള കയറി കുക്ക് ചെയ്യാൻ പാടില്ല, നീ എന്തിനാ കുക്ക് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു തോട്ടായിരുന്നു ആദ്യം അച്ഛന്. പിന്നെ ബാക്കി എല്ലാവരും എനിക്ക് വീട്ടിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അമ്മ പഠിപ്പിച്ച എന്താ ഓർമ്മയുണ്ടോ? അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഓർമ്മയില്ല. എന്താ ഫസ്റ്റ് ട്രൈ ചെയ്തുണ്ടാക്കിയതൊന്നും ഓർമ്മയില്ല. അതും എനിക്ക് ഓർമ്മയുണ്ട്. അത് അമ്മ പഠിപ്പിച്ചൊന്നുമല്ല, ചുമ്മാ ഇങ്ങനെ ഇത് ഞാൻ എല്ലായിടവും പറഞ്ഞ് ആൾക്കാർ കേട്ട് വെറുത്ത സാധനമാണെന്ന് തോന്നുന്നു. ലൈക്ക് ഒന്നുമില്ല, കുറച്ച് ഐസ് ക്യൂബ്സും ചോറും എങ്ങനെ ഇട്ട് കഴിക്കും, ഒരു സ്പൂണും ഇട്ട് ഇങ്ങനെ കോരത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐസ് ക്യൂബും വെറും ചോറും മാത്രം. ഇതായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്.
അത് വിയർഡ് കോമ്പിനേഷൻ. അതിങ്ങനെ എന്താ പറയാ, ആ ഇടയ്ക്ക് ഐസ് ക്യൂബ് ഇങ്ങനെ കടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും ആ ചോറിൻ്റെ കൂടെ എനിക്ക് അറിയത്തില്ല. ഇടപ്പം ഞാൻ തരുന്നതായിരിക്കും, എനിക്ക് അന്നേ വരാണ്ടായിരിക്കും. റിലേറ്റബിൾ ആവുന്നില്ല, ഇത് കാണുന്നവർക്ക് റിലേറ്റബിൾ ആവുന്നില്ല. ഭയങ്കര അയ്യേ എന്നാ തോന്നുന്നു. എനിക്ക് അയ്യെന്ന് തോന്നാൻ പോലും എനിക്കത് മനസ്സിലാവുന്നില്ല അതെങ്ങനെയായിരുന്നു എന്നുള്ളത്. ഒരു വിയർഡ് കോമ്പിനേഷൻ. ഓക്കെ, ഇല്ല ഇത് അങ്ങനല്ല. അത് ശരിക്കും നമ്മൾ സ്റ്റൗ ഒക്കെ കത്തിച്ച് കുക്ക് ചെയ്ത് ഫുഡ് അത് ഓംലെറ്റ് ഒക്കെ ആയിരിക്കും. ഓംലെറ്റ് ഉണ്ടാക്കുക. പിന്നെ എനിക്ക് കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കുന്നത്, അതായത് വാട്ടർ ബോട്ടിലുണ്ട് സ്കൂളിൽ കൊണ്ടുവന്ന ഒരു കുഞ്ഞ് കോയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുടിക്കുന്നത്, അതിനകത്ത് നിറച്ച് ഇങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കി വെക്കുക, കുടിച്ചുകൊണ്ട് നടക്കുക. ഇതൊക്കെയായിരുന്നു എൻ്റെ വിനോദം. ഓക്കെ, ഇപ്പോഴും ഒരു ടീ പേഴ്സണാ? ഇല്ല, ഇപ്പൊ ഇല്ല കേട്ടോ. ടീ കോഫി അങ്ങനെ വലിയൊരു ലവറൊന്നും അല്ല. വല്ലപ്പോഴും മൂവിക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു കോഫി, പോപ്കോണിൻ്റെ കൂടെ ഒരു കോഫി നിർബന്ധം, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അങ്ങനെ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ അഡിക്ഷൻ എന്ത് ഫുഡിനോടാ? എനിക്ക് നോൺ വെജ്. നോൺ വെജ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നോൺ വെജാ. എനിക്ക് വെജ് കുക്ക് ചെയ്യാൻ ഞാൻ വലിയ പുലിയൊന്നുമല്ല, വെജില് കഴിക്കാനും വലിയ ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആർക്കെങ്കിലും എന്നോട് എൻ്റെ ഫോളോവേഴ്സ് പറയുന്നതാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും വെജിറ്റേറിയൻസ് ഉണ്ടാക്കി കാണിക്കൂ, ഉണ്ടാക്കി തരൂ. പക്ഷെ ഈ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ കഴിക്കണ്ടേ. അതുകൊണ്ട് എനിക്ക് മടിയാ. ഇത് ഉണ്ടാക്കിയിട്ട് കളയാൻ പറ്റുമോ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിക്കണമെന്ന് വെച്ച് നോൺ വെജ് ആണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. പിന്നെ വല്ലപ്പോഴും വെജൊക്കെ ട്രൈ ചെയ്യാറുണ്ട്, ഒരു നേരം പോക്കില്. അതെ അതെ. ഞാൻ റീസെന്റ് ആരോമലിന്റെ ഒരു റെസിപ്പി ട്രൈ ചെയ്തായിരുന്നു. ഏതായിരുന്നു? മാംഗോ സാഗു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പക്ഷെ 2 പാളലുണ്ടായി. ഫസ്റ്റ് തൊട്ട് ഉണ്ടാക്കിയപ്പോഴും സെക്കൻഡ് തൊട്ട് ഉണ്ടാക്കിയപ്പോഴും അത് എൻ്റെ ഇതുകൊണ്ടാണ്. ആദ്യം ഉണ്ടാക്കിയപ്പം ഈ ചൗവരി ഞാൻ കുതിർത്തൊന്നുമില്ല. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ചൗവരി കുതിർക്കത്തൊന്നുമില്ല, അമ്മ പായസത്തിലൊക്കെ ഇടുന്ന ഓർമ്മയില്ലേ, അത് തിളപ്പിച്ചിട്ട് വെള്ളത്തോടെ അങ്ങ് ഒഴിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒഴിക്കുവോ, അത് അങ്ങനെ അല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ അല്ലല്ലോ. പക്ഷെ കുതിർത്തില്ല, പറ്റത് എനിക്ക് മനസ്സിലായി. കാര്യം ഞാൻ വീഡിയോ പിന്നെ ഇരുന്ന് കണ്ടപ്പം ഓക്കെ അങ്ങനെ അരിച്ചിട്ടൊക്കെയാണ് ഇടുന്നത്. അത് സെറ്റായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് ടൈം കുതിർത്തത് കുറച്ച് കൂടിപ്പോയി. രണ്ടാമത്തെ വട്ടം ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്തു. അപ്പോൾ അത് ഞാനത് വെച്ചിട്ട് പുറത്തൊക്കെ പോയി കുറേ നേരം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എടുത്തപ്പോൾ അത് ബ്ലും നൽകി. അതൊരു 3 മണിക്കൂർ സോക്ക് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉള്ളു. ഇതൊന്നും അല്ലായിരുന്നു, അതവിടെ ഇരുന്നു. അപ്പം അത് പിന്നെയും കൊളായിപ്പോയി. പക്ഷെ എന്തായാലും ഞാൻ അത് കണ്ടിട്ടാണ് ഇൻസ്പയർഡ് ആയത്. കണ്ടപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ കണ്ടപ്പോൾ കൊതി വന്നു. പക്ഷെ നല്ല ടേസ്റ്റ്, നല്ല എന്തായാലും കൊള്ളായിരുന്നു. കറക്റ്റ് ആ ഒറിജിനൽ അതിന്റെ സ്ട്രക്ചർ വന്നില്ലെങ്കിലും സാധനം അടിപൊളിയായിരുന്നു. ഓക്കെ, നോൺ വെജിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? ബീഫ് ഫ്രൈ. ഒരിടയ്ക്ക് ഞാൻ വൈറലായതാ കേട്ടോ ബീഫ് ഫ്രൈയെ കുറിച്ച് സംസാരിച്ചപ്പം. ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അച്ഛനെ അമ്മയെക്കാളും ഇഷ്ടമാണെങ്കിൽ ബീഫ് ഫ്രൈ എന്ന്. വേറെല്ലായിരുന്നു ഞാൻ കുറെ നാള്. എനിക്ക് എങ്ങനെ പറയാൻ പറ്റും, സ്വന്തം അച്ഛനെ അമ്മ ഒരു ബീഫിന് വേണ്ടി തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറെ കേട്ടു. പക്ഷെ ഞാനതൊരു നമുക്ക് അത്ര ഇഷ്ടം കൊണ്ട് പറഞ്ഞതല്ല, അതെ നമുക്ക് വർണ്ണിക്കാൻ ഉപയോഗിച്ച സെന്റൻസ് അതായിരുന്നു സാധനം. എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല ചെറിയുള്ളൊക്കെ ഇട്ട്, അത് കുക്കറിലൊന്നും വെക്കരുത്, ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് വരട്ടി 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 എടുത്ത് കഴിക്കണം. അടിപൊളിയാ, നല്ലായിരിക്കും. എന്താ കൂടെ കോമ്പിനേഷൻ? പൊറോട്ട നല്ലതാ, പിന്നെ കപ്പ നല്ല നല്ല പുട്ട് പോലിരിക്കുന്ന കപ്പയൊക്കെ നല്ല ഇടിച്ച് കുഴച്ച് അതും സെറ്റ്. ഓക്കെ, ഇവിടെ വരത്തിയ സ്ഥിതിക്ക് മറ്റേ പേളി മാണി ഷോയിൽ പേളിച്ചൊക്കെ ചോദിക്കുന്ന പോലെ എന്താണ് ആരോപണത്തെ കംഫർട്ട് ഫുഡ്? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ബീഫ് ഫ്രൈ എനിക്ക് വെറുതെ പറക്കി തിന്നാനും ഭയങ്കര ഇഷ്ടമാണ്. അതൊരു കംഫർട്ട് ഫുഡ് തന്നെ. പിന്നെ നല്ല ചോറും മീൻ വറുത്തതും, വേറെ ഒന്നും വേണ്ട, മാത്രം മതി. ആ മീൻ വറുത്തതിന്റെ പൊടിയൊക്കെ കൂടി ഇട്ടിട്ട് കഴിച്ച് ഭയങ്കര ടേസ്റ്റ്. എനിക്കിങ്ങനെ എന്താ പറയാ, ഗ്രേവി വേണം, ചാറ് ഒഴിച്ച് കഴിക്കാൻ പറ്റൂ. എനിക്ക് അങ്ങനെ ഒന്നുമില്ല, ഒരു കറി, അത് ഇവനൊരു മുട്ട പൊരിച്ചതാണെങ്കിൽ അത് മതി, ഹാപ്പിയാണ്. എപ്പോഴായിരുന്നു കോണ്ടന്റ് ക്രിയേഷനിലേക്ക് നമുക്ക് ഇങ്ങനെ എനിക്ക് ഉണ്ടാക്കുന്ന ഫുഡൊക്കെ വീഡിയോ ചെയ്തിടാം അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? ഞാൻ ശരിക്കും മുന്നേ ഞാൻ ആദ്യം ഒരു റിയാലിറ്റി ഷോയിലൂടെ അത് തുടങ്ങുന്നത്. കൈരളി TV-യിൽ കിച്ചൺ മാജിക് എന്ന് പറയുന്ന ലക്ഷ്മി നായരില്ലേ, പുള്ളിക്കാരി ഹോസ്റ്റ് ചെയ്ത റിയാലിറ്റി ഷോ ആയിരുന്നു കേട്ടോ. അതിന്നായിരുന്നു തുടക്കം. ഞാൻ അതിൽ സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു. പിന്നെ അതിനുശേഷം കുറെ കുക്കറി ഷോസ് ഞാൻ ചെയ്തു തുടങ്ങി. ആ സമയത്ത് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യണം. പക്ഷെ എങ്ങനെയാ എന്താ നമുക്കൊരു ഒരു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇല്ലേ, പിന്നെ മടി ഒന്നും അറിയുന്നില്ല, എനിക്ക് അറിയത്തില്ല എങ്ങനെ തുടങ്ങണോ, വീഡിയോ എടുക്കണ്ട, അങ്ങനെ കുറെ കാര്യങ്ങൾ. അങ്ങനെ കുറെ നാളെ ഞാൻ അങ്ങനെ എന്റെ സമയം മൊത്തം പോയി. പിന്നെ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറിയപ്പോഴത്തേക്കും എനിക്ക് പിന്നെ കുറച്ച് കാര്യം എൻഗേജ്ഡ് ആയിരിക്കാൻ പറ്റും എന്ന് തോന്നിയപ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും എന്നെ ഒന്ന് മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനും അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് സമയം ഉണ്ടായി. കുറച്ച് സമയം അത്ര ഇല്ല എങ്കിലും ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തേണ്ട ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ, നമ്മളെല്ലാം മനുഷ്യരാണല്ലോ, അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ എന്റെ പാഷൻ മുറുകെ പിടിച്ച് തുടങ്ങിയതാണ്. അതാണ് നമ്മളിപ്പോ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്യുക്കായിട്ട് എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ഒരു റെസിപ്പി, ആരും ഒരു സ്പെഷ്യൽ സാധനത്തിന്റെ ഒരു റെസിപ്പി പൊടിക്കുകയോ അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ പെട്ടെന്ന് പറയാ,
എന്തെങ്കിലും എനിക്ക് അടുത്തത് കുക്കിങ്ങിനകത്ത് വേണ്ട കുറച്ച് ടിപ്സ് ഞാൻ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിപ്പോൾ പറയരുത്. ഞാൻ റെസിപ്പി പറഞ്ഞത് അത് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഉണ്ടാക്കാം. മറ്റേ ഈ കാറ്റൽവേട പരസ്യത്തിൽ പറയുന്നില്ലേ, അധികം കൂട്ടുകാരും പെട്ടെന്ന് കയറി വന്നു ചെമ്മീൻ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്റ്റാർട്ടർ ഞാൻ പറഞ്ഞുതരാം. തനി നാടൻ സാധനം. ചെമ്മീൻ ഉണ്ടല്ലോ, ചെമ്മീനും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 2 വെളുത്തുള്ളി, പിന്നെ ഒരു 5-6 ചെറിയുള്ളിയും വേണം, പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് 2 ട്രിർ അടിക്കുക. അങ്ങ് ഒത്തിരി കുഴഞ്ഞു പോരുത്. ആ ചെമ്മീനൊന്നും ഉടയ, എല്ലാം ഒന്ന് ചതയുക. എന്നിട്ട് അതെല്ലാം ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം പച്ചച്ചെമ്മീൻ, എന്നിട്ട് അതിനകത്ത് കുറച്ച് തേങ്ങ ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞെരടുക. എന്നിട്ടൊരു വാഴയിലയിൽ ഇത് നന്നായിട്ട് ഇങ്ങനെ പരത്തണം, കൈകൊണ്ട് നന്നായിട്ട് പരത്തി ആ വാഴയില നന്നായിട്ട് മൂടിയിട്ട് ഏതെങ്കിലും ഒരു പാനിലിട്ട് 2 സൈഡും ചുട്ട് കഴിക്കണം. 2 സൈഡും ചുടണം നന്നായിട്ട്. എന്നിട്ട് ഒരു തേങ്ങാ ചമ്മന്തി, പുതിനയില ഇട്ട തേങ്ങാ ചമ്മന്തി ഉണ്ട്, തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിക്കാനുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ്. വിഷ്വലൈസ് ചെയ്തു, നല്ല ടേസ്റ്റ് ആണ്. നമ്മള് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാ, ഭയങ്കര ടേസ്റ്റ് ആണ്. ഇതിന്റെ റെസിപ്പി ആരെങ്കിലും ഇത് കാണുന്ന ആരെങ്കിലും ഇതിങ്ങനെ കുക്ക് ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഇതൊന്ന് പുറത്തു വിടണം. കാര്യം നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഭയങ്കര റെസിപ്പി ഇട്ടിട്ടുണ്ട്, ആരോമൽ ചെയ്തിട്ടുണ്ട്, അല്ല കാണുന്ന ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്. ഓ കൊള്ളാം, കേട്ടിട്ട് രസമുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ബ്ലോഗർ ആരാ? ഇപ്പൊ ഇത് കേട്ടപ്പോഴേ എനിക്കിങ്ങനെ പച്ച വെളിച്ചെണ്ണ, വാഴയില ഇതൊക്കെ വന്നപ്പോ എനിക്ക് ആരൊക്കെയോ ഇങ്ങനെ മനസ്സിൽ കൂടെ തേങ്ങാപ്പാൽ ഷെഫ്. എനിക്ക് പുള്ളിക്കാരനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരനെ എന്തെങ്കിലും പുള്ളിക്കാരനെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട് കവിളില്. അതെന്താ? എനിക്ക് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ. ഇപ്പൊ അറിയാലോ, ഫുള്ള് ട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. തേങ്ങാപ്പാലും മറ്റേ കരിവേപ്പില ബെഡ് ചെയ്യണം, ആ സാധനങ്ങളൊക്കെ. ശരിക്കും ആളുടെ റെസിപ്പീസ് ഒക്കെ കാണുമ്പോൾ മറ്റൊരു ഫുഡ് ബ്ലോഗർ എന്ന രീതിയിൽ എന്താ തോന്നാറ്? ലൈക്ക് ഭയങ്കര റിപ്പീറ്റേഷൻ തോന്നുന്നുണ്ട്. സത്യം പറയട്ടെ, നമ്മൾ ഈ പുള്ളിക്കാരൻ പറയുന്നത് ശരിയാ, അങ്ങനെയാണ് ഓരോന്നും കഴിക്കേണ്ടത്. ഞാൻ പണ്ടൊക്കെ എല്ലാത്തിനും കുറെ മസാലയൊക്കെ വാരിയിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് വഴറ്റി തിന്നുന്നത് അത് വേറൊരു ടേസ്റ്റാ. ഈ പറഞ്ഞ മീൻ, പുള്ളിക്കാരൻ പറഞ്ഞ പോലെ മീനാണെങ്കിലും അതാണെങ്കിലും മിനിമൽ മസാല ഇട്ട് ഒത്തിരി ഓവർ കുക്ക് ചെയ്യാതെ ചെയ്ത് കഴിക്കുമ്പോഴാണ് ശരിക്കും നമുക്കൊരു ഫിഷ് കഴിക്കുന്നതാണെങ്കിലും പ്രോൺസ് കഴിക്കും ആ ഒരു ഫീല് കിട്ടി കഴിക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ പൊട്ടറ സമയത്ത് ഞാൻ ഈ പറഞ്ഞ കണ്ട മസാല, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് കലക്കുക എല്ലാത്തിലും, അങ്ങനെയൊക്കെയാ. ഞാൻ ചോദിക്കുന്നത്, ഇത് റിപ്പീറ്റേഷൻ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തേങ്ങാപ്പാല്, കരിവേപ്പില ബെഡ് ചെയ്യുക, പച്ച വെളിച്ചെണ്ണ, തേങ്ങാപ്പാല്, ആ ഒരു സാധനം അതിനെ നമുക്ക് മാറ്റി പറയാൻ പറ്റുമോ? തേങ്ങാപ്പാല് തന്നെ പറയാൻ പറ്റുള്ളൂ. അതുണ്ടായി കഴിക്കുമ്പോർക്ക് അറിയാം, പുള്ളിക്കാരൻ വെറുതെ പറയുന്നതല്ല. ഓക്കെ. ആരാ ഫേവറേറ്റ് ഫുഡ് ബ്ലോഗർ ആരാ? പുള്ളിക്കാരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറെ ആരും ഞാൻ ചോദിച്ചത് ആളെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ അങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് അങ്ങനെ ഈ ആള് മാത്രമേ ഉള്ളൂ, ഷെഫ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇഷ്ടമാണ്. ഈ പറഞ്ഞ ആൾക്കാരുടെ റെസിപ്പീസ് എല്ലാം ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ഒക്കെ ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഒരു കുക്കറി ഷോ ഏതാ? ഇപ്പൊ ഈ എന്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ലക്ഷ്മി മാമിന്റെ. കാരണം ഞാൻ പറഞ്ഞല്ലേ, ഞാനിപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഒരു കാരണക്കാര് ലക്ഷ്മി മാം തന്നെ. കാരണം അന്ന് എനിക്ക് ആ ഒരു ഷോയിൽ, ആ ഒരു റിയാലിറ്റി ഷോയിൽ ഒരു എൻട്രി കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നില്ല ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമെന്ന്. അതല്ല എന്റെ തുടക്കം. ആ സമയത്ത് ഞാൻ അഗെയിൻ പറഞ്ഞു, ഞാൻ പൊട്ടനായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒന്നും അറിയത്തില്ല. മാം ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ എപ്പോഴും പറയും, എന്തോ ദൈവാനുഗ്രഹം എനിക്ക് എൻ്റെ ഉള്ളിൽ ആ ഒരു കുറച്ച് ഉണ്ടാക്കാനോ കുക്ക് ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ടായിരിക്കും. ഇപ്പം ആ സമയത്ത് ഒരു കുക്കി ഞാൻ കഴിച്ചിട്ടില്ല, കേക്ക് ബേക്ക് ചെയ്തിട്ടില്ല. കോണ്ടിനെന്റൽ എന്താണെന്ന് എനിക്ക് അതിന് സ്പെല്ലിങ് പോലെ എനിക്ക് ആ സമയത്ത് കോണ്ടിനെന്റൽ ഇതെന്താ സംഭവം, ഇതെനിക്ക് അറിയത്തില്ല എന്തുവാന്ന്. ഇതെല്ലാം പറഞ്ഞു തന്ന് പഠിപ്പിച്ച് ഇതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അപ്പൊ ചെയ്യുന്ന എങ്ങനെയാലും ഒരു 75-80% നന്നാവും ഇതെല്ലാം. അപ്പൊ ലക്ഷ്മി പറയും, ആരോമല്ല എങ്ങനെയാണെങ്കിലും പൂച്ചയെ പോലെ 4 കാലേ വന്ന് വീഴും. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എപ്പോഴും അടിപൊളിയാണെന്നുണ്ടെങ്കിൽ. അതെ, എനിക്ക് ഒത്തിരി നന്ദിയും കടപ്പാടും ഉണ്ട് മാമിന്റെ അടുത്ത്. എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന് എന്നെ എല്ലാം കുറെ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട മലയാളികളുടെ ഒക്കെ മനസ്സിൽ ഇപ്പോൾ ഒരു കുക്കറി ഷോ ഇല്ലെങ്കിൽ ഒരു കുക്കറി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ലക്ഷ്മി മോഹൻ തന്നെയാണ്. ഇനി ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഇത് പറഞ്ഞപ്പോൾ റാൻഡംലി എന്റെ മനസ്സിൽ വന്നതാണ്, കോൺട്രവേഴ്സി ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് സ്റ്റിൽ ഐ വിൽ ആസ്ക്. ആനീസ് കിച്ചൺ ഷോ കാണാറുണ്ടോ? കാണാറുണ്ട്. അതിൽ കുക്കിങ്ങും പിന്നെ അല്ലാതുള്ള സംസാരങ്ങളും ഇതും ഭയങ്കര കോൺട്രവേഴ്സിയൽ ആവാറുണ്ട്. എന്താണ് ആ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം? ചേച്ചിയുടെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുക്ക് ചെയ്യുന്ന എല്ലാം നന്നായിട്ട് അറിയുന്ന ആളാണ്.
റെസിപ്പീസ് ഒക്കെ നല്ല റെസിപ്പി. ഗസ്റ്റ് വന്നിട്ട് ഗസ്റ്റിന് കുറച്ചതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ലൈക്ക് അതർ ദാൻ ഫ്രം കുക്കറി ഷോ, ഇല്ലെങ്കിൽ ഒരു ഗസ്റ്റിനെ വന്നു അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് വേറെയും കുറച്ച് പേഴ്സണലി ഒക്കെ ഉള്ള രീതിയിൽ ബുള്ളിങ് പോലൊക്കെ പോകാറുണ്ട്. അതിൻ്റെ പല ട്രോൾസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചതാണ്. ഇങ്ങനത്തെ ഷോസ് കൂടുതൽ കാണുന്ന ആളായിരിക്കും ഡെഫിനറ്റ്ലി ആരോമില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ എന്താണ് അത് കാണുമ്പോൾ. ഇപ്പൊ അങ്ങനെ ഒരു ഇന്റർവ്യൂല് വന്നിരിക്കുമ്പം ഒരു ആങ്കറിന് നമ്മൾ അത്രമേൽ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിനിപ്പം വേണമെങ്കിൽ മറുപടി പറയാം, അതല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പോലത്തെ മറുപടി പറയണമെന്നില്ല. ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ മറുപടി പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താ എനിക്ക് അതവിടെ പറയാം. അതിപ്പോ അത് എനിക്കതിൽ അങ്ങനെ വലിയ അഭിപ്രായ വ്യത്യാസം അങ്ങനെ ഒന്നും ഇല്ല ചോദിക്കുന്നതില്. പേഴ്സണൽ ഇപ്പൊ അവര് രണ്ടുപേരും ചോദിച്ചു, അവർ ഇന്റർവ്യൂ കഴിഞ്ഞു, അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമ്മൾ അത് എടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അത് നമുക്ക് വിട്ടേക്കാം. ഇനി നമുക്ക് ചെറിയൊരു ഗെയിം സോണിലേക്ക് പോവാം. ഓക്കെ ഓക്കെ. ഇത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. ഇന്റർനാഷണൽ കാര്യങ്ങളൊന്നും ചോദിക്കരുത്, അങ്ങനത്തെ GK ചോദിക്കരുത്. എന്നെ കുറിച്ച് GK-ലേക്ക് കിടക്കാം. എന്തായാലും ചോദിക്കണ്ട, ജീവിക്കാൻ ചോദിക്കണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് GK-ലേക്ക് കിടക്കാം. ചോദിക്കാനുള്ളൊരു അറിവ് എനിക്കില്ലാത്തതുകൊണ്ട് നമുക്കത് വേണ്ടെന്നും വെക്കാം. ഇതിപ്പോ ഇന്ന് സ്വർണത്തിന്റെ വില എത്രയാ? സ്വർണത്തിന് ഏകദേശം ഒരു 12,000 സംതിങ് ഒക്കെ ആയിരിക്കത്തില്ലേ? ഗ്രാമിന് 12,000 സംതിങ് ഒക്കെ ആയിരിക്കും. പവന് 1,00,000 സംതിങ് ആയിരിക്കും. 1,00,000 എത്രയാണെന്നറിയോ? ഇല്ല, 1,00,000 എത്ര? 12,000 അല്ല, നമുക്ക് അറിയത്തില്ല. 1,00,000 പുറത്താണ് എന്തായാലും. 1,00,000 മേളിൽ. 12,000 ആദ്യം പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഗ്രാമിന് 12,000. ഗ്രാമെന്നല്ല, ഞാൻ വിചാരിക്കും പവന് 12,000 ഇത് എവിടെയാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ചു. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോട്ടോ. അതുപോലെ GK ഞാൻ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം എന്തെങ്കിലുമൊക്കെ. GK ചോദിച്ചു കഴിഞ്ഞാൽ ട്രോള് ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. വെറുതെ എന്തിനാ? 1 കിലോ അരിക്ക് അത് പല വിലയുടെ അരിയുണ്ട്. ഞാൻ വാങ്ങിക്കുന്ന പൊന്നി ഏരിയ അത് 55-ന്റെ ഉണ്ട്, 64-ന്റെ ഉണ്ട്, അതിൽ കൂടുതലുണ്ട്. 1 കിലോ പഞ്ചസാര? അയ്യോ, 1 കിലോ പഞ്ചസാരക്ക് ഒരു 40 എത്രയെങ്കിലും ആയിരിക്കും. 45. ഓക്കെ. വെളിച്ചെണ്ണയ്ക്ക്? വെളിച്ചെണ്ണയ്ക്ക് 230 അടുപ്പിച്ചങ്ങാണ്ട ഞാൻ വാങ്ങിച്ചത്. പിന്നെ പല ബ്രാൻഡും പല വിലയാണ്. മുട്ടക്ക് 7 രൂപ. അല്ല, 7 രൂപ 7 രൂപ 40 പൈസയോ 7.5 രൂപ കണ്ട. അപ്പൊ എന്റെ നാട്ടിൽ മാത്രം 8-ന് വെള്ളമായിട്ടുള്ളൂ. 7.5 രൂപയ്ക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചത്. ഓക്കെ. പാല് ഞാൻ വാങ്ങിക്കുന്നത് ഒരു കുപ്പി ബോട്ടിലാണ്. ഞാൻ വാങ്ങിക്കുന്നതിന്റെ വില എനിക്ക് പറയാൻ പറ്റുമോ? 75 റുപ്പീസ്, 75 രൂപ ആ കുപ്പിക്ക്. മിൽമ പാലിന് വില കൂട്ടിയില്ലേ? മിൽമ പാലിന് എത്രയാണ്? വേറെ ടെൻഷൻ എടുപ്പിക്കുന്നത്. മിൽമ പാൽ ഞാൻ മേടിക്കാറില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ 1 ലിറ്ററിന് 55 രൂപ. 1 ലിറ്ററിന് എത്ര? 55-ന്റെ പകുതി. കണക്കറിയത്തില്ല. 8-ന്റെ ടേബിൾ പറ. 8-ന്റെ ടേബിൾ പറ പ്ലീസ്. എന്നെ വെറുതെ വിടും, ഞാൻ ഇവിടെ ഇറങ്ങി ഓടേണ്ടി വരും. ഇതൊന്നും ചോദിക്കാൻ എനിക്ക് ഒരു പ്ലാൻ അല്ല, എനിക്ക് ഇട്ട് തന്നതാ. എന്നെ കണക്കൊന്നും എന്നോട് ചോദിക്കരുത്. 8 × 6 48. ഓക്കെ. 9 × 4 ഗുണപ്പട്ടിക ചെല്ലുന്നു. നമുക്ക് എന്തെന്നറിയാം പ്രശ്നം എന്നറിയാമോ? ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കാൻ നമുക്കൊന്നും കിട്ടൂലല്ലോ. വേറെ ക്വസ്റ്റ്യൻ. 10 വരലേ ഉള്ളൂ മൊത്തത്തിൽ. പോയി, അത് കിട്ടിയില്ല. ഇല്ല. ഇല്ല. ഓക്കെ, പോട്ടെ. മന്ത്രിമാരുടെ അങ്ങനത്തെ എന്റെ ദൈവം, എന്നെ കൊല്ലരുത്, എന്നെ കൊലക്ക് കൊടുക്കരുത് ദൈവത്തെ പ്ലീസ്. മന്ത്രിമാര്: പ്രധാനമന്ത്രി, നരേന്ദ്രമോദി, മുഖ്യമന്ത്രി, മറ്റേ പൂക്കി. പേര് പറ ഫുൾ നെയിം. CD അല്ല, സതീശൻ സാർ. അയ്യോ, CD എന്നൊക്കെ. ഓക്കെ, സതീശൻ സാർ. സതീശൻ സാർ. സതീശൻ സാറിന്റെ കൂടെ വേറൊരാളാകാൻ സാധ്യത ഉണ്ടെന്ന് ഇങ്ങനെ ഒപ്പം നിന്ന ആളാ വേണുഗോപാൽ. പിന്നെ മറ്റേ രമേശ് ചെന്നിത്തല. എന്ത് വേണുഗോപാൽ എന്നാണ് ഉദ്ദേശിച്ചത്? സി വേണുഗോപാൽ അല്ലേ? മുന്നേ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു, KC വേണുഗോപാൽ. എനിക്ക് അവിടെ ഇവിടെയൊക്കെ മുക്കും മൂലയൊക്കെ അറിയാം. കുഴപ്പമൊന്നുമില്ല, വിചാരിച്ച വലിയ പ്രശ്നമൊന്നുമില്ല. ചെറുതായിട്ട് CD-യും DVD പ്ലെയറും ഒക്കെ വന്നു. എന്തെങ്കിലും ഒരു അക്ഷരം കാണും. സാധനമൊക്കെ കറക്റ്റാ, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ വെറുതെ ഇട്ടിരിക്കുന്നു. നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലൈക്ക് കൈൻഡ് ഓഫ് റാപ്പിഡ് ഫയർ ആണ്. ഇങ്ങനെ ഡും 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 എന്ന് പറഞ്ഞിട്ട് പോവാം. ഇനിയും വലിച്ചു കെട്ടി പറയുകയാണെങ്കിൽ അങ്ങനെയും പറയാം, കുഴപ്പമില്ല.
ചിലത് നമ്മൾ ഓൾറെഡി സംസാരിച്ച് പോയി, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ. യുവർ ഫേവറേറ്റ് ഫുഡ്? ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈഡ് റൈസ്. ചിക്കൻ ഫ്രൈഡ് റൈസ്. യുവർ കംഫർട്ട് ഫുഡ്? ചോറും മീൻ വറുത്തതും. മീൻ വറുത്തതും. യുവർ കംഫർട്ട് സോൺ? വീട്. വീട്. യുവർ ഫേവറേറ്റ് ട്രാവൽ ഡെസ്റ്റിനേഷൻ? ഞാൻ ട്രാവലിംഗ് അധികം ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ എനിക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എപ്പോഴും എൻ്റെ ആകെ മൂന്നാർ പോകണം. ഈ പറയുന്ന എല്ലാ ട്രാവലേഴ്സും പറയുന്ന പോലെ ട്രാവലിംഗ് ഇഷ്ടമുള്ള ആളുകൾ ഒത്തിരി ഡെസ്റ്റിനേഷൻ ഇല്ലേ? എനിക്ക് അങ്ങനെ ഒന്നും മൂന്നാറിൽ പോകണം. പോയിട്ടുണ്ടോ? പോയിട്ടൊക്കെ ഉണ്ട്. വീണ്ടും മൂന്നാർ പോകണം. അല്ലാതെ കാശ്മീർ പറയാം കേട്ടോ. ആപ്പിള് മരത്തിൽ നിന്ന് ആപ്പിള് പറിച്ച് തിന്നണം ഭയങ്കര ആഗ്രഹം. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആണല്ലേ? എങ്ങനെയുണ്ട് ആ ഒരു ഭയങ്കര നമുക്കത്, ഞാൻ ഭയങ്കര ഫ്രൂട്ട് പേഴ്സൺ, എനിക്ക് ഫ്രൂട്ട്സ് ഒന്നും ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. പക്ഷെ എങ്കിലും അതങ്ങനെ പറിച്ചെടുത്ത് കഴിക്കുന്ന ഒരു സന്തോഷമില്ലേ അവര് കഴിക്കുമ്പോ ഒരു കർമ്മൂർ ആപ്പിളാണ്. അതെ 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 അതെ, വേണ്ടോ? ഭയങ്കര രസാ. ഭാഗ്യവതി. അത് ഞാൻ നിന്ന അക്കോമഡേഷന്റെ പറമ്പിൽ ആപ്പിൾ മരം വരുന്നു. അയ്യോ. അതുകൊണ്ട് 2 things that you can't live without? ഫോൺ. കാരണം എനിക്കും എന്റെ ജീവൻ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമും എന്റെ കോണ്ടന്റ് ക്രിയേഷനും അല്ലേ ഒന്നത്. പിന്നെ ഞാൻ ഒരു ലിപ് ബാമിന് അഡിക്റ്റ് ആണ്. നീ ഇവിടെ വന്നിട്ട് ഇപ്പൊ കണ്ടു. കാരണം സാധനം ഇല്ലെങ്കിൽ ഞാൻ എടുക്കാൻ മറന്ന് ഞാൻ കാശ് കൊടുത്ത് എവിടെന്നെങ്കിലും മേടിക്കും. മറന്നുപോയപ്പോ തന്നെ വാങ്ങിക്കും. ഏത് ലിപ് ബാമാ യൂസ് ചെയ്യുന്നത്? ഞാൻ സെബാമെഡിന്റെ ലിപ് ബാം. ഓക്കെ, ലിപ് ബാമും ഫോണും. ഓക്കെ. കിച്ചണിലാണെങ്കിൽ 2 things? കിച്ചണിലാണെങ്കിൽ എൻ്റെ 20 രൂപയുടെ ഇരുമ്പ് കത്തി. എൻ്റെ അതില്ലെങ്കിൽ ഞാനില്ല. 20 രൂപയുള്ളൂ? 20-25 രൂപയുള്ള ഇരുമ്പ് കത്തിക്ക്. കാരണം എല്ലാവരും എന്നോട് ചോദിക്കാം നൈഫ് ഏതാണ്, കാരണം എല്ലാം വലിയ പെർഫെക്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. ജൂലിയൻ മറ്റേത് മറിച്ചതെല്ലാം എല്ലാവരും എനിക്ക് വല്ല 2000-3000 രൂപയുടെ ഒക്കെ മറ്റേ ഷെഫുമാരൊക്കെ യൂസ് ചെയ്യുന്ന കത്തി. ഇല്ല, ഞാൻ 25 രൂപയുടെ ഇരുമ്പ് കത്തിയില്ല യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് കുറച്ച് ടവൽസ് വേണം കിച്ചണിൽ കൈ തുടയ്ക്കാൻ. കാരണം എനിക്ക് എപ്പോഴും ഞാനൊരിപ്പോൾ എൻ്റെ കിച്ചൺ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് 5 കിച്ചൺ ടവൽ ഉണ്ടെങ്കിൽ ഇത് 5ലും വെള്ളമായിരിക്കും. കാരണം അപ്പം കൈ കഴുകി എനിക്ക് തുടയ്ക്കണം. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ടവൽസ്. ഓക്കെ. ഇഫ് യു ക്യാൻ റീലീവ് ഒരു ടൈം പീരീഡ് ഏതായിരിക്കും? ഒന്നും കൂടെ നമുക്ക് ആ ഒരു ടൈമിൽ ജീവിക്കാം. കാരണം അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞല്ലോ ആ ഒരു ടൈം എന്നാലോചിക്കുമ്പം ഒരിക്കലും എൻ്റെ ബാക്കിലോട്ട് എനിക്ക് പോകാൻ ആഗ്രഹമില്ല. ഇല്ല, ഒരു പീരീഡും ഇല്ല. ഞാനിപ്പോൾ ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഭയങ്കര സന്തോഷവാനാണ്. ഈ ഒരു ഇതിൽ എനിക്ക് മുന്നോട്ട് പോകണമെന്ന് മതി, അത്രേ ഉള്ളൂ. ഇത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അത്രേ ഉള്ളൂ, വലിയ ആഗ്രഹമൊന്നുമില്ല. ഇതുപോലെ അങ്ങ് പോകാൻ പറ്റണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഓക്കെ. വൺ തിങ് ദാറ്റ് യു ലവ് അബൌട്ട് യുവർ സെൽഫ്? എൻ്റെ ക്ഷമ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നോട് എല്ലാവരും പറയണം ഭയങ്കര പേഷ്യൻസ് എനിക്ക്. ഓക്കെ. വൺ തിങ് ദാറ്റ് യു ഹേറ്റ് അബൌട്ട് യുവർ സെൽഫ്? എല്ലാവരും ഭയങ്കര ട്രസ്റ്റ് ചെയ്യും. അതെനിക്ക് ഭയങ്കര ബ്ലൈൻഡായിട്ട് ഞാൻ ട്രസ്റ്റ് ചെയ്യും ആൾക്കാരെ. അതെനിക്കൊരു എന്നിൽ ഇഷ്ടമല്ലാത്ത സ്വഭാവമായിട്ട്. കാരണം അങ്ങനെ വയ്ക്കണം കുറേ ഉണ്ട് കേട്ടോ. ഒന്ന് ഇത് ട്രസ്റ്റ് ഇഷ്യൂസ്. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഓപ്പൺ ആവും എല്ലാവരോടും. ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവും എല്ലാ മനുഷ്യന്മാരുമായിട്ട്. അപ്പം ഞാൻ എല്ലാം ഓവർ ഷെയർ ചെയ്യും. എനിക്കതൊരു ഇപ്പം ഞാനത് റിയലൈസ് ചെയ്ത് തുടങ്ങി. അതങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊരു ഈ ഭയങ്കര പ്രശ്നമല്ലേ? അത് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ നമ്മളങ്ങനെ ആണല്ലോ. അത് കുറച്ച് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് നമ്മൾ കുറേ സംസാരിക്കും. കാരണം നമ്മളെല്ലാം അങ്ങ് ഷെയർ ചെയ്യും. നമ്മൾ പിന്നെ ആലോചിക്കും എനിക്കിത് എന്തിനു സൂക്കണം, ഞാൻ ഇതൊക്കെ പറഞ്ഞത്. റിയലൈസേഷൻ ഉണ്ടാവും അത് കഴിഞ്ഞ ആവശ്യം. പക്ഷെ നമ്മളങ്ങനെ അങ്ങനെ ഓപ്പൺ ആവേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് കുറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഓവർ ഷെയർ ചെയ്തുകൊണ്ടും പിന്നെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടും ഇഷ്ടംപോലെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട്. ഓക്കെ. വൺ സീക്രട്ട് അബൌട്ട് യു? ഞങ്ങൾക്ക് അറിയാത്തൊരു സീക്രട്ട്? ഇല്ല, ഞാൻ കഴിവില്ലാത്ത. ഈ ഇന്റർവ്യൂ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനത് പ്രത്യേകം പറയാണ്, ഞാനൊരു കഴിവില്ലാത്ത. അത് ഹൈലൈറ്റിൽ ആദ്യം തന്നെ കൊടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഒരു ഡയലോഗ് ഇതിനകത്ത്. ഇപ്പോൾ അടുത്തത് ലൈക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അരോമലിനെ ഹാപ്പി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടായ ഇൻസ്റ്റന്റ്ലി ഹാപ്പിയാണ്. എന്തെങ്കിലും തിന്നാൻ മേടിച്ചു തന്നാൽ മതി. ഒരു ബീഫ് ഫ്രൈ കൊടുത്ത പോവോ? മറ്റേ കൊച്ചിയിലെ സ്കൂളിലൊക്കെ പോകുമ്പോ മക്കളെ ആരെങ്കിലും ബീഫ് ഫ്രൈ തന്ന കൂടെ പോകരുത്. എന്റെ ഫ്രണ്ട്സ് എന്തെങ്കിലും തിന്നാൻ വെച്ചെന്ന് ആരുടെയെങ്കിലും കൂടെ പോകുമെന്ന് പറയും. ഓക്കെ. വൺ തിങ് പെട്ടെന്ന് സാഡ് ആവുന്നത്? എന്റെ പാസ്റ്റ് ഒക്കെ ഓർക്കുന്ന സമയത്ത് എനിക്ക് നമ്മളിപ്പോ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എന്തോ വലിയൊരു ട്രോമ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് വന്നു. അത്യാവശ്യം നല്ല നല്ല ട്രോമാസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ. എങ്ങനെ ഓവർകം ചെയ്തപ്പോ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ തന്നെ എനിക്ക് മുന്നോട്ട് ജീവിക്കണം, എൻ്റെ ഹാപ്പിനെസ് ആണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലുത്.
പിന്നെ എൻ്റെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് നല്ല മനുഷ്യന്മാർ എൻ്റെ ചുറ്റിനുമുണ്ട്. അവരെ ഹാപ്പി ആക്കി വെക്കണം. മോറോവർ എനിക്ക് ജീവിക്കണം മുന്നോട്ട്, എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് കുറച്ച് പാടാണ്. കാരണം നമ്മളിതൊക്കെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് ഇതൊക്കെ ആക്കി ഇങ്ങനെ വേണം ഇങ്ങനെ വേണം ഇങ്ങനെ, അതൊരു കുറച്ച് നല്ല സ്ട്രഗിൾ ചെയ്യണം ആ ഒരു പീരീഡ്. പക്ഷെ അത് ഓവർകം ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലൈഫ് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയുന്നത്. അടിപൊളി, നമ്മളിങ്ങനെ ഫ്ലൈ ചെയ്ത് നടക്കും. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു ബ്രേക്ക് ഡൗണോ ലൈഫിലുണ്ടാകുന്ന സമയത്ത്, കാരണം എല്ലാവരുടെയും ലൈഫ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഈ ഒരു വര വരച്ച പോലെ ഒന്നുമല്ല പോകുന്നത്. അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംഭവിക്കും, ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം അത് പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരുപോലെ, ചിലർക്ക് അത് ഒരാളോട് ഷെയർ ചെയ്യുമ്പോഴായിരിക്കും ഒരു റിലീഫ് കിട്ടുന്നത്, അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ എനിക്കങ്ങനല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചുറ്റുമുള്ളവരെ എനിക്കിത് ബോധിപ്പിക്കണം, പറയണം ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ ഞാൻ തന്നെ ടൈം എടുത്ത് എനിക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ, അപ്പം ഞാൻ തന്നെ ടൈം എടുത്ത് ഓവർകമായി വരിക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടോ. നമ്മൾ വൺസ് ആ ഒരു ഇതിൽ ചിലപ്പോൾ നമുക്ക് എന്തിനാ ജീവിച്ചിരിക്കാം, നമുക്ക് മരിച്ചു പോയേക്കാം, മരിച്ചു കളയാം എന്നൊക്കെ നമുക്ക് തോന്നും. സീരിയസ്ലി നമ്മൾ അങ്ങനെ ചിന്തിക്കും. കാരണം അതൊരു, ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ ഭയങ്കര തമാശിച്ച് പുച്ഛിച്ചിട്ട് വരെ ഉണ്ട് ആൾക്കാർ ഇങ്ങനെ ഡിപ്രഷനാണ് ഞാൻ ബ്രേക്ക് ഡൗണിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതെന്നൊക്കെ പറയാം. പക്ഷേ നമ്മൾ ആ ഒരു ഫേസിലെത്തുമ്പോൾ നമുക്കത് അയ്യോ നമ്മളിത് എവിടെയാണ് നിൽക്കുന്നത്, നമുക്ക് എന്താ സംഭവിക്കുന്നത്, അതൊരു അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ എന്തോരം ആൾക്കാരെ കളിയാക്കിയിട്ടുണ്ട് ഡിപ്രഷൻ, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ എല്ലാവർക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ ആർക്കും. പക്ഷെ അത് എല്ലാവരും ഓവർകം ചെയ്ത് വരണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇല്ലില്ല, ഞാൻ ഓവർകം ചെയ്തു, ടൈം എടുത്തു, അത്രേ ഉള്ളൂ. അടിപൊളി. അത് എന്ത് കാര്യമാണോ ആരോമലിന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായത് അതിന് ഒരിക്കലും ലൈഫിൽ ഉണ്ടാവാതിരിക്കട്ടെ. അതെ, അതാ ഞാൻ പറഞ്ഞത്. എൻ്റെ പാസ്റ്റിലോട്ട് ഒന്നിലും ഞാൻ ജനിച്ച എൻ്റെ കുട്ടിക്കാലത്തിലോട്ട് പോകാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല.